ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെയ്ഡൻ വോയേജ്. ഇത് സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് 2 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോഡ്സിന് അല്ലെങ്കിൽ ഞാണകൾ എന്ന് പറഞ്ഞ പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്. കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ആംഗിൾ കോൺ, ആൻഡ് ആർക്ക് എന്ന് പറയുമ്പോൾ ചാപ്. അപ്പോൾ ഇതിന് മൂന്നിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ആ സർക്കിളിനെ 2 ഈക്വൽ പോർഷനായിട്ട് അല്ലെങ്കിൽ 2 തുല്യ ഭാഗങ്ങളായിട്ട് ആ സർക്കിളിനെ ഈ ഞാൻ എ ബി എന്ന് പറയുന്ന ഞാനല്ല വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഈ സർക്കിളിനെ 2 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ തുല്യ ഭാഗങ്ങളായി വീതിക്കുന്നു. എന്നാൽ ഞാൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ കൂടെ അല്ലാത്ത ഒരു 2 ബിന്ദുക്കൾ തമ്മിലുള്ള രേഖയാണ്. ഇപ്പോൾ പിയും ക്യൂ ആണ് വൃത്തത്തിലെ 2 പോയിന്റ്സ്. അതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഞാനാണ് പി ക്യൂ എന്ന് പറയുന്ന ഞാൻ. ഇത് വൃത്തത്തെ 2 ഈക്വൽ പോർഷനായിട്ട് അല്ല ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുല്യ ഭാഗങ്ങളായിട്ടല്ല ഭാഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വൃത്തത്തിലെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ് അല്ലെങ്കിൽ ആ ത്രികോണം കോൺ ഒരു മട്ടകോണാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ വ്യാസത്തിന് പകരം ഞാണായാൽ അല്ലെങ്കിൽ കോഡായി കഴിഞ്ഞാൽ ഈ കോഡ് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഞാൻ വരച്ചു. എ ബി എന്നാണ് ഞാനിൻ്റെ പേര്. എ ബി എന്നാണ് ഈ ഞാൻ പി എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. എ ബി എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു ഞാനാണ് അല്ലെങ്കിൽ കോഡാണ്. ആ കോഡ് പി എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന കോണാണ് അല്ലെങ്കിൽ ആംഗിളാണ് എ പി ബി എന്ന് പറയുന്നത്. ഈ ആംഗിളിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് പിക്ചർ. എ ബി എന്ന് പറഞ്ഞ കോഡ് പിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ പിയിൽ ഉണ്ടാക്കുന്ന കോണാണ് ഇത്. അപ്പോൾ നമ്മളിത് ആ കോണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിക്ക് ഈ പീനെ ജോയിൻ ചെയ്യണം. കേന്ദ്രത്തിന് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കാം. ഇനി എയിൽ നിന്നും ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു, യോജിപ്പിക്കുന്നു, ബിയിലേക്കും യോജിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ ഇപ്പോൾ പി എന്ന് പറഞ്ഞ ആംഗിളിനെ, അതായത് എ പി ബി എന്ന് പറഞ്ഞ ആംഗിളിനെ ഈ ലൈൻ പി ഒ എന്ന് പറയുന്ന ലൈൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ, ചെറിയ ആംഗിൾ, ഈ എ പി ഒ എന്ന് പറയുന്ന നമ്മൾ ആംഗിളിനെ നമ്മൾ എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു. ബി പി ഒ എന്ന് പറയുന്ന ഈ ആംഗിളിനെ നമ്മൾ വൈ ഡിഗ്രി എന്നും കൊടുത്തു. അപ്പോൾ എ പി ബി എന്ന വലിയ ആംഗിളിനെ പി ഒ എന്ന ലൈൻ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. അതിൽ ഈ ഇടതുവശത്തുള്ള ആംഗിൾ, അതായത് എ പി ഒ എന്ന് പറയുന്ന ആംഗിളിന് നമ്മൾ എക്സ് ഡിഗ്രി എന്നും കൊടുത്തു. ബി പി ഒ എന്ന് പറയുന്ന ആംഗിളിന് വൈ ഡിഗ്രി എന്നും കൊടുത്തു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പി ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ആരമാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ്. എ ഒ എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ പി ഒ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ സമപാർശ്വ ത്രികോണത്തിന് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സെയിം സൈഡ്സ് ആർ ഈക്വൽ. അതായത് ഇത് രണ്ടുമാണ് അതിൻ്റെ സെയിം സൈഡ്സ്. എ ഒയും പി ഒയും ആണ് ഈ ട്രയാങ്കിളിൻ്റെ, അതായത് ട്രയാങ്കിൾ എ പി ഒയുടെ സെയിം സൈഡ്സ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് ഇത്, അല്ലെങ്കിൽ എതിർവശത്തുള്ള കോണാണ് ഇത്. അപ്പോൾ ഈ കോണും തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഈ ആംഗിളും തുല്യമായിരിക്കും. ഇത് എക്സ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എക്സ് ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് എക്സ് ഡിഗ്രിയാണ്, ഇതും എക്സ് ഡിഗ്രിയാണ്. അതുപോലെ ഈ ആംഗിൾ
ഈ ട്രയാങ്കിൾ ബി പി ഒ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ രണ്ട് സൈഡ്സ് പി ഒയും ബി ഒയും സെയിം ആണ്. കാരണം ഈ സർക്കിളിൻ്റെ ആരങ്ങളാണ് പി ഒ എന്ന് പറയുന്നതും ബി ഒ എന്ന് പറയുന്നതും. ഒരു സർക്കിളിൻ്റെ എല്ലാ ആരങ്ങളും അല്ലെങ്കിൽ എല്ലാ റേഡിയസും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആകുമ്പോൾ ബി പി ഒയും ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് കോണുകളും അല്ലെങ്കിൽ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത്. അപ്പോൾ ഈ വൈയും ഇതും വൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വൈ ഡിഗ്രി എന്ന് കൊടുക്കാം. കാരണം ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് സെയിം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വൈ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതിനെയും വൈ ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കോണും കിട്ടി, ഇവിടെയുള്ള ആംഗിളും കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾസ് ആണ്, ഇതിന് ചുറ്റുമുള്ള ആംഗിൾസ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ആദ്യമായിട്ട് ഈ ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ എ പി ഒ എന്ന് പറയുന്ന ത്രികോണം നോക്കുക. അതിൽ ഈ കോണും എക്സ് ആണ്, ഈ കോണും എക്സ് ആണ്. അപ്പോൾ ഇനി ബാക്കി കണ്ടുപിടിക്കേണ്ടത് ഈ കോണാണ്, ഈ ആംഗിൾ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളുടെയും തുക അല്ലെങ്കിൽ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത്. അപ്പോൾ 180 ആണ് ആകെ ആംഗിള്, 180 ഡിഗ്രിയാണ് ആകെ ആംഗിള്. ഇവിടെ ഒരു ആംഗിൾ എക്സും മറ്റേ ആംഗിൾ എക്സൊന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യും? 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് അത് കുറയ്ക്കണം. അതായത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി ആണ്. 180 മൈനസ് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 180 മൈനസ് 2x ആണ് ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 180 മൈനസ് 2x. 180 മൈനസ് 2x ആണ് ഇവിടുത്തെ ആംഗിൾ. ഇനി ട്രയാങ്കിൾ ബി പി ഒ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ബി പി ഒ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾ വൈ ആണ്, അതായത് ആംഗിൾ ബി പി ഒ എന്ന് പറയുന്നത് വൈ ആണ്. അതുപോലെ തന്നെ പി ബി ഒ എന്ന് പറയുന്ന ആംഗിളും അല്ലെങ്കിൽ പി ബി ഒ എന്ന് പറയുന്ന കോണും വൈ ഡിഗ്രി തന്നെയാണ്. നമുക്ക് ഈ മൂന്നാമത്തെ ആംഗിളായി ഇത് കണ്ടുപിടിക്കണം. ഇവിടെയും എല്ലാ കോണുകളുടെയും കൂടി ആകെത്തുക അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എല്ലാ ത്രികോണത്തിലും സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്ന് ഈ ആംഗിൾസിന്റെ സം അല്ലെങ്കിൽ ഈ കോണുകളുടെ തുക കുറയ്ക്കണം. 180 മൈനസ് വൈ പ്ലസ് വൈ. 180 മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 180 മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2y. 180 മൈനസ് 2y. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ എത്രയാ? ഓടെ ആംഗിൾ പി ഒ ബി എന്ന് പറയുന്ന ആംഗിൾ 180 മൈനസ് 2y എന്ന് നമുക്ക് കിട്ടി. 180 മൈനസ് 2y. ഇനി കണ്ടുപിടിക്കാനുള്ള ആംഗിളാണ് ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആകെ ആംഗിൾ എത്രയാണ്? 360 ആണ്. അതായത് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആകെ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയിട്ട് 360ൽ നിന്ന് കുറയ്ക്കണം. 360യിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയിട്ട് ആ കിട്ടുന്ന സമ്മ് അല്ലെങ്കിൽ തുക കുറയ്ക്കണം 360ൽ നിന്ന്. നമുക്ക് ആദ്യം ഇത് രണ്ടും കൂട്ടി നോക്കാം. ഇനി നമുക്ക് ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കാം. 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y. 180 പ്ലസ് 180 എത്രയാണ്? 360 ആണ്. മൈനസ് 2x മൈനസ് 2y ഉണ്ട്. അപ്പം മൈനസ് 2x മൈനസ് 2y ഈക്വൽ ടു 360 മൈനസ് ഈ 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് 2 ഇൻറ്റു പിന്നെ ബാക്കിയുള്ള ഒരു എക്സും ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. അപ്പോൾ ഒരു എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി. അപ്പോൾ 360 ഈക്വൽ ടു 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ സമ്മ്, അതായത് ഈ രണ്ട് കോണുകളുടെയും കൂടെ തുക കിട്ടിയത് 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. കാരണം 180 പ്ലസ് 180 360 ആണ്. മൈനസ് ഒരു 2x ഉണ്ട്, മൈനസ് ഒരു 2y ഉണ്ട്. 360 മൈനസ് ഈ 2നെ നമുക്ക് മൈനസ് 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് 2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് എക്സും പ്ലസ് വൈയുമാണ്. മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 360 മൈനസ്
2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതാണ് നമുക്ക് ഈ രണ്ട് കോണുകളുടെയും തുക അല്ലെങ്കിൽ രണ്ട് ആംഗിൾസിൻ്റെയും സമ്മ് കിട്ടിയിരിക്കുന്നത് 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നാണ് നമുക്ക് സമ്മ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. ആ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 360യിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. 360 മൈനസ് 360 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 360. ഈ മൈനസ് 360 പുറത്തേക്ക് എഴുതാം. പിന്നെ ഈ മൈനസും കൂടി പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ബാക്കി ഒരു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി. പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയി. കാരണം മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ 360ൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ മൈനസ് 360 എന്ന് എഴുതി. പിന്നെ വരുന്നത് മൈനസ് ഇൻറ്റു മൈനസ് ആണ് വരുന്നത്. മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്ലസ് ഇവിടെ പ്ലസ് ആയി. പിന്നെ ഒരു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി. ഇതാണ് ഇവിടുത്തെ ആംഗിൾ. മൈനസ് 360 മൈനസ് 360 0 ആവും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് കിട്ടുന്നത്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ഇവിടെ എക്സ് ഡിഗ്രി, ഇവിടെ വൈ ഡിഗ്രി. അപ്പോൾ മൊത്തം ആംഗിൾ എത്രയാണ് കിട്ടുന്നത്? എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. അതായത് എക്സ് പ്ലസ് വൈ ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ആംഗിൾ. അതിൻ്റെ ഇരട്ടിയാണ്. അതായത് 2 ടൈംസ് എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് ഈ സെൻറ്ററിൽ അതേ കോഡ് ഉണ്ടാക്കുന്ന ആംഗിളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ആംഗിളിൻ്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ 2 ടൈംസ് ഇവിടുത്തെ ആംഗിളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഞാൻ സെൻറ്ററിൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ സി എന്നെടുത്താൽ, അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ സി എന്ന് വിളിച്ചാൽ, ഇപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈക്ക് പകരം നമ്മൾ സി എന്ന് കൊടുത്താൽ ഈ സിയുടെ പകുതി ആയിരിക്കും, അതായത് c/2 ആയിരിക്കും ഇവിടെ പിയിൽ സബ്റ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പിയിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് c/2 ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എ ബി എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് വൃത്തകേന്ദ്രത്തിൽ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സി ആണെങ്കിൽ, എ ബി എന്ന് പറയുന്ന അതേ കോൺ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ സിയുടെ പകുതി ആയിരിക്കും. അതായത് c/2 ആയിരിക്കും അതേ കോൺ അല്ലെങ്കിൽ അതേ കോഡ്, അതേ ഞാൻ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഉദാഹരണത്തിനായിട്ട് ഇവിടെ 100 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ അതേ കോഡ്, അതേ ഞാൻ എ ബി എന്ന് പറയുന്ന അതേ ഞാൻ ഏതെങ്കിലും ഒരു ബിന്ദു പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 100ൻ്റെ പകുതി ആയിരിക്കും. 100ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 100/2 എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും ഈ കോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു പോയിന്റ് എടുക്കാം, ക്യൂ. ഈ ക്യൂവും ഈ എ ബി ക്യൂയിൽ ഉണ്ടാക്കുന്ന ഞാൻ എത്ര ഡിഗ്രി ആയിരിക്കും? അതും 50 ഡിഗ്രി തന്നെയായിരിക്കും. അതായത് 100ൻ്റെ പകുതി ആയിട്ടുള്ള 50 ഡിഗ്രി ആയിരിക്കും. നമുക്ക് വേറൊരു പോയിന്റ് എടുക്കാം, എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എ ബി ഉണ്ടാക്കുന്ന ഞാൻ കോൺ എത്രയായിരിക്കും, അല്ലെ ആംഗിൾ എത്രയായിരിക്കും? അതും 50 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം അതേ കോൺ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും അതേ ഞാൻ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പിയുടെ പൊസിഷൻ നമ്മൾ വേറെ എവിടേക്ക് ഈ സർക്കിളിലെ ഏത് പോയിന്റിലേക്കും കൊണ്ടുപോയാലും നമുക്ക് കിട്ടുന്ന ആംഗിൾ അല്ലെങ്കിൽ കിട്ടുന്ന കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രി തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് കോൺ വന്നിരുന്നതെങ്കിലും നമുക്ക് 50 ഡിഗ്രി തന്നെ കിട്ടും. അതായത് പിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിളിന് വ്യത്യാസം ഉണ്ടാവില്ല. സെയിം കോഡാണെങ്കിൽ അല്ലെങ്കിൽ സെയിം ഞാണിൽ നിന്ന് തന്നെയാണ് ഈ ആംഗിൾ വരുന്നതെങ്കിൽ ആംഗിളിന് എവിടെ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്താലും ആംഗിളിന് മാറ്റം സംഭവിക്കില്ല. ഇപ്പോൾ ഇവിടെയാണ് പിയുടെ പൊസിഷൻ, പി ഡാഷിലേക്കായി പിയുടെ പൊസിഷൻ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും.
ഈ ആംഗിൾ അതും 50 ഡിഗ്രി തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. ഇനി ഒരു വൃത്തത്തിലെ എ ബി എന്ന് പറഞ്ഞ ഞാൻ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന കോഡ്, അത് ഓയില് ഇപ്പം നമ്മൾ പറഞ്ഞ പി ഇവിടെ ആയിരുന്നെങ്കിൽ, ആ പോയിന്റ് പി ഇവിടെ ആയിരുന്നെങ്കിൽ ആ കോൺ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എയും ബി എയും ഓയിലേക്ക്, വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നീട് എയിൽ നിന്ന് പിയിലേക്ക് ജോയിൻ ചെയ്യുന്നു, ബിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒ എയും പി എയും കൂടി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒരു ആംഗിൾ കിട്ടി. ഈ ആംഗിളിനെ നമ്മൾ, അതായത് ആംഗിൾ ഒ പി എ നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ട് ഇത് കൊടുത്തു. ഇനി ആംഗിൾ ഒ പി ബി അതായത് ഈ വലിയ ആംഗിളിനെ, മൊത്തത്തിലുള്ള ഈ ആംഗിളിനെ നമ്മൾ വൈ ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നോക്കാം, ഈ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എ ഒ പി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ, അതായത് സെന്ററിലുള്ള എ ഒ പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ എ ഒയും പി ഒയും സെയിം ആണ്. കാരണം ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ് എ ഒ എന്ന് പറയുന്നതും പി ഒ എന്ന് പറയുന്നതും ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. ആരങ്ങൾ തുല്യമായത് കൊണ്ട് എ ഒയും പി ഒയും സെയിം ആണ്. അപ്പോൾ ഇതെന്തായി, ഒരു സമപാർശ്വ ത്രികോണമായി അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളായി. ട്രയാങ്കിൾ എ ഒ പി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായി. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ഇതാണ് തുല്യമായ വശം, അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇതാണ് മറ്റേ വശം, അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എക്സ് ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എക്സ് ഡിഗ്രി ആയതുകൊണ്ട് ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എക്സ് ഡിഗ്രി ആയിട്ട് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചെറിയ ത്രികോണം കൺസിഡർ ചെയ്യാം. ത്രികോണം പി ഒ ബി അല്ലെങ്കിൽ ട്രയാങ്കിൾ പി ഒ ബി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ പി ഒ ബി യിൽ ബി ഒ എന്ന് പറയുന്ന സൈഡും പി ഒ എന്ന് പറയുന്ന സൈഡും ആരങ്ങളാണ്, വൃത്തത്തിന്റെ ആരങ്ങളാണ്. ബി എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പോൾ സെന്ററിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള ലൈൻ എന്ന് പറയുന്നതാണ് ആരം, അല്ലെങ്കിൽ ആ ദൂരമാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഒ ഈക്വൽ ടു ബി ഒ ആണ്, കാരണം റേഡിയസ് അല്ലെങ്കിൽ ആരങ്ങൾ. ആരങ്ങളായതുകൊണ്ട് അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിള് പി ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു സമപാർശ്വ ത്രികോണമാണ് അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ഇനി സമപാർശ്വം. അപ്പോൾ ഇത് വൈ ഡിഗ്രി ആണ്, ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് ഇത്. അപ്പോൾ ഈ ആംഗിൾ വൈ ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരു ആംഗിളും വൈ ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ആ രണ്ട് ആംഗിൾസ് നമ്മൾക്ക് വൈ ഡിഗ്രി ആണ് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് എ പി ബി എന്ന് പറയുന്ന ആംഗിൾ. എ പി ബി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഒ പി ബി എന്ന് പറയുന്ന ആംഗിൾ വൈ ഡിഗ്രി ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എ പി ബി എത്രയായിരിക്കും? വൈയിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറയ്ക്കുമ്പോൾ, ആ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ വൈയിൽ നിന്ന് എക്സ് ഡിഗ്രി കുറയ്ക്കുന്നതായിരിക്കും ഈ ആംഗിൾ എ പി ബി എന്ന് പറയുന്ന ആംഗിൾ വൈ ഡിഗ്രി, മൊത്തത്തിലുള്ള ആംഗിൾ, ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് വൈ ഡിഗ്രിയാണ്. അതിൽ നിന്ന് എക്സ് ഡിഗ്രി കുറയ്ക്കുന്നതായിരിക്കും ഈ ആംഗിൾ. അപ്പോൾ വൈ മൈനസ് എക്സ് ഡിഗ്രിയാണ് എ പി ബി എന്ന് പറയുന്ന ആംഗിൾ. എ പി ബി എന്ന് പറയുന്ന ആംഗിൾ വൈ മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പി ബി ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഡിഗ്രി. ഇനി സി എത്രയാണെന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഇവിടെ ഒരു എക്സ്, ഈ വലിയ ആംഗിൾ വൈ, ഈ വലിയ ആംഗിൾ വൈ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എ പി ബി കിട്ടി, വൈ മൈനസ് എക്സ് ആണ് എ പി ബി. ആംഗിൾ എ പി ബി എന്ന് പറയുന്നത്
ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് y മൈനസ് എക്സ് ഡിഗ്രിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻറ്ററിലുള്ള ആംഗിളാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ എന്ന് പറയുന്നത് ബി ഒ പി എന്ന് പറയുന്ന ആംഗിൾ ബി ഒ പി. നമുക്ക് ഈ ട്രയാങ്കിളിൽ ബി ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിളാണ് ആംഗിൾ ബി ഒ പി എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി രണ്ട് ആംഗിളും കിട്ടിയിട്ടുണ്ട്. ഈ ആംഗിൾ വൈ ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ഈ ആംഗിളും വൈ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ മൊത്തം കോണുകളുടെ ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതായത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ വൈ കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് ഈ വൈ രണ്ടും ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിയിട്ട് 180ൽ നിന്ന് 180ൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടും. 180 മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2y. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 180 മൈനസ് 2y ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ചെറിയ ആംഗിൾ 180 മൈനസ് 2y ആണ്. ഇനി ഈ വലിയ ആംഗിൾ എ ഒ പി എന്ന് പറയുന്ന ഈ ആംഗിൾ എ ഒ പി അതാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഈ ചെറിയ ആംഗിൾ എക്സ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ആംഗിളും ചെറിയ ആംഗിൾ എക്സ് ആണ്. അതായത് ആംഗിൾ ഒ പി എ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് ഡിഗ്രിയാണ്. അതുപോലെ ഒ എ പി എന്ന് പറയുന്നതും എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിലെ മൂന്നാമത്തെ ആംഗിളായിട്ടുള്ള ഈ ആംഗിളാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ കോൺ രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്, എക്സ് ഡിഗ്രിയും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എക്സ് ഡിഗ്രി. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് മറ്റേ ആംഗിളുകളുടെ സമ്മ കുറയ്ക്കുക അല്ലെങ്കിൽ തുക കുറയ്ക്കുക. 180 മൈനസ് എക്സ് പ്ലസ് എക്സ്. 180 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x. 180 മൈനസ് 2x ആണ് ഈ വലിയ ആംഗിൾ. അപ്പോൾ നമുക്ക് എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ വലിയ എ ഒ പിയിൽ നിന്ന് ഈ ചെറിയ ബി ഒ പി നമുക്ക് മൈനസ് ചെയ്യണം. എ ഒ പിയിൽ നിന്നും ബി ഒ പി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. നമുക്ക് എഴുതാം. ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എ ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളാണ് എ ഒ ബി. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എ ഒ പി, അതായത് ഈ ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ കുറച്ചതാണ്. അതായത് ആംഗിൾ എ ഒ പി മൈനസ് ആംഗിൾ ബി ഒ പി ആംഗിൾ ബി ഒ പി. എ ഒ പി എത്രയാണ്? എ ഒ പി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 180 മൈനസ് 2x എന്നാണ്. 180 മൈനസ് 2x. അതിൽ നിന്ന് ആംഗിൾ ബി ഒ പി കുറയ്ക്കണം. ആംഗിൾ ബി ഒ പി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ആ ആംഗിൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 180 മൈനസ് 2y. ഇതിൽ നിന്ന് 180 മൈനസ് 2y കുറയ്ക്കുക. 180 മൈനസ് 2y കുറയ്ക്കാം. 180ൽ നിന്നും മൈനസ് 180 180 ഇവിടെ ഒരു മൈനസ് 180 ഉണ്ട്, പിന്നെ ഒരു മൈനസ് 2x ഉണ്ട്, പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് 2y എന്ന് പറയുന്നത് പ്ലസ് 2y ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് 2y എന്ന് പറയുന്നത് പ്ലസ് 2y ആയി. അപ്പോൾ 180 മൈനസ് 180 എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് 2x പ്ലസ് 2y. നമുക്ക് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ 2 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. 2 ഇൻറ്റു വൈ മൈനസ് എക്സ് തിരിച്ച് ഇട്ടു എന്നുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടി. എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ, അതായത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഈ കോഡ് എ ബി എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് ഒ എന്ന സെൻറ്ററിൽ വൃത്തകേന്ദ്രത്തിൽ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എ ഒ ബി. അത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2 ഇൻറ്റു വൈ മൈനസ് എക്സ് എന്നാണ്. ഈ വൈ മൈനസ് എക്സ് ഏത് ആംഗിളാണ്? എ പി ബി എന്ന് പറയുന്ന ആംഗിളാണ്. അതായത് എ ബി എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് വൈ മൈനസ് എക്സ് എന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആംഗിളിൻ്റെ
2 മടങ്ങ് അല്ലെങ്കിൽ 2 ടൈംസ് y മൈനസ് എക്സ് ആണ് നമുക്ക് സെൻറ്ററിലുള്ള ആംഗിളായിട്ട് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ആ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ടുള്ള കേസാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നപ്പോഴും നമുക്ക് എന്ത് കിട്ടി? സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ എ ബി എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ പി ആയാലും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അതുപോലെ ഈ പോയിന്റ് എവിടെയാണെങ്കിലും നമുക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും ആ ഞാണിന് മുകളിലുള്ള ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ ഏതൊരു കോഡും എ ബി എന്ന് പറയുന്ന ഏതൊരു കോഡും അതിലെ ഏതെങ്കിലും ഇപ്പോൾ ഇതാണ് ഒ സെൻറ്റർ, ഏതെങ്കിലും ഒരു ബിന്ദു, ഇപ്പോൾ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദു, ഇപ്പോൾ അത് ഈ കോഡിന് മുകളിൽ ഏതൊരു പോയിന്റ് ആയാലും ഈ കോഡ് അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെയൊക്കെ 50 ആയി. ഇവിടെ 120 ആയിരുന്നെങ്കിൽ 120 ആയിരുന്നെങ്കിൽ അതിൻ്റെ പകുതി 60 ആയിരിക്കും ഈ ആംഗിൾസ് എല്ലാം. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ കോഡ് താഴെ ഉണ്ടാക്കുന്ന കോൺ, അതായത് ഈ ആ കോഡിന് മുകളിൽ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമുക്ക് താഴെ ഉണ്ടാക്കുന്ന കോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.